ഹായ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? അതെന്താ മുത്തേ? ടൈറ്റിലും തമ്പനയിലും ഒക്കെ നിങ്ങൾ കണ്ടതാണ്. അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. എനിക്ക് വിഷമമുണ്ട് അറിയാം, നീ സങ്കടമുണ്ട്. അതായത് നിന്നെ കൂട്ടാതെ, കാരണം എനിക്ക് എന്റെ പാർട്ട്ണർ ഇല്ലാതെ പോകുമ്പോ എനിക്ക് വിഷമമുണ്ട്. അത് പറ്റൂല, കാരണം അവിടെ പാക്കേജ് ആർക്ക് ഇന്നെ പിരിയാൻ പറ്റൂലല്ലോ, എന്നെ പിരിയാതിരിക്കാന്. അതെ, അതുകൊണ്ട് മാത്രം പോകുന്നു തായ്ലൻഡ്. അല്ല, എനിക്ക് സത്യത്തിൽ പറഞ്ഞ വിഷമമുണ്ട് കേട്ടോ. എന്റെ ഉള്ളിൽ ഇപ്പൊ പെടയാണ്. പെടയണത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവുമായിരിക്കും, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും. അപ്പം എന്തായാലും വൈഫ് ഇല്ലാതെ തായ്ലൻഡ് പോകാൻ തന്നെ സോ ബോറിങ്. ഇറ്റ്സ് സോ ബോറിങ്. ഐ തിങ്ക് ഇറ്റ്സ് ബോറിങ്. ഓക്കെ, അല്ല, അവിടെ ഓൾറെഡി ഓർക്ക് കൊടുത്ത് മറിയത്തിന് വരാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ അവളെ പാസ്പോർട്ട് അന്നത്തെ ദിവസമേ കിട്ടുന്നുള്ളൂ. 23-ാം തീയതിയാണ് ഞാൻ പോകുന്നത്. അപ്പൊ അതെ, ഞാൻ പറഞ്ഞേ, ഇവളെ ഫ്ലൈറ്റ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ പ്രശ്നം. ഞങ്ങളെ സൂറത്തിൽ പോകേണ്ടതായിരുന്നു. ഇതേപോലെ ഒരു മോർണിംഗ് നമ്മള് ഇന്നലെ മോർണിംഗ് ഇതേ സ്ഥലത്ത് നിന്നിട്ട് നമ്മളൊരു ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇൻട്രോ ഒന്ന് കണ്ടോക്ക്, അതൊന്ന് ഇട്ടുകൊടുക്കാം. അതെ, ഹായ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് സ്പെഷ്യൽ ഉള്ള വീഡിയോ ആണ്. അതായത് ആർക്ക് സ്പെഷ്യലാ? എനിക്ക് സ്പെഷ്യലാണ്. അതെ, എന്താ കാര്യം? ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് ഗൈസ്. എക്സൈറ്റ്മെന്റ് കണ്ടോ നിങ്ങൾ? എക്സൈറ്റ്മെന്റ് എങ്ങനെ അതെന്താ കാണട്ടെ. ഓക്കെ, നമ്മളിപ്പോ ഉള്ളതെന്ന് പറഞ്ഞാൽ DLF കാക്കനാടാണുള്ളത്. ഇതാ നമ്മുടെ തുറന്നേ എവിടെ ചെക്കനോട് നമ്മൾ നിയാസ് കാക്ക ഉണ്ട്, നമ്മുടെ അശ്വിൻ കാക്ക ഉണ്ട്, ഉള്ളിലുണ്ട് നിയാസിന്റെ കസിൻ ഉണ്ട്. നിയാസ, ഇന്നത്തെ സ്പെഷ്യൽ എന്താ അറിയാം നിനക്ക്? ഒറ്റ മിനിറ്റ്, ഇതൊന്ന് പോസ് ചെയ്തേ. എന്താണ്? ഞങ്ങൾ സൂറത്ത് പോവാണ്. അതും എങ്ങനെയാ? ഓനോട് പറഞ്ഞേക്ക്. ഇനി വാ, നമുക്ക് അശ്വിനോ പറയാം. അശ്വിന്റെ റൂമിൽ പോയിട്ട് അവനെ തട്ടി വിളിച്ചിട്ട് പറയാന്ന് മറിയന്റെ. അശ്വിനാ കേറട്ടെ, വാ അങ്ങോട്ട് വാ, ഒരു കാര്യം പറഞ്ഞിട്ട് പോ. വാ അങ്ങോട്ട് വാ. അശ്വിന് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാം? പറയാ പറ. ഫസ്റ്റ് ഫ്ലൈറ്റ്, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? സേഫ് ആയിട്ട് പോയിട്ട് വരിക. അതെ, എക്സൈറ്റ്മെന്റ് ഒക്കെ അതും അങ്ങനെ അറിയോ? നമ്മൾ സൂറത്ത് വരെ, അതായത് ലേ ഓവർ ബാംഗ്ലൂർ ഉണ്ട്, കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. അവിടേക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആദ്യത്തെ മറിയ പറയാണ് എന്നോട്, ഫ്ലൈറ്റ് എനിക്ക് മടുത്തെന്ന് പറഞ്ഞ ഞാൻ ഫ്ലൈറ്റിൽ കൊണ്ടുപോവാണ്. അതായത് ഇവിടുന്ന് ബാംഗ്ലൂർ പോവും, ബാംഗ്ലൂരിൽ നിന്ന് വേറെ ഫ്ലൈറ്റില്, അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ പിറ്റേ ദിവസം തന്നെ നമ്മൾ തിരിച്ചു വരും, രാത്രി വരും. നമ്മള് സുഹൃത്ത് പോയി പിറ്റേ ദിവസം, അതായത് പിറ്റേ ദിവസം വരും. അത് അന്ന് രാത്രിയും ഫ്ലൈറ്റില്, അത് 2 ഫ്ലൈറ്റ്. ഈ ചിലവര് പറയാറുണ്ട്, നമ്മള് ഇങ്ങനത്തെ യാത്രകളൊക്കെ പോകുമ്പോ അധികം എക്സൈറ്റ്മെന്റ് കാണിക്കരുത്, മൊത്തത്തിൽ മൂഞ്ചുന്നു. പറച്ചിലുണ്ട്, നമ്മള് വീട്ടിൽ നിന്നൊക്കെ പറയാറുണ്ട്, വലിയ ആവേശമൊന്നും കാണിക്കണ്ട. ഇവൻ നെഗറ്റീവ് പോലെയാണ്. ആദ്യമായിട്ട് ഒരു പെൺകുട്ടി ഫ്ലൈറ്റിൽ കയറാൻ പോകുമ്പോ ഇതാണോ പറഞ്ഞത്? ഇത്രയും വലിയ ആവേശം കാണിക്കണ്ടെന്ന് പറഞ്ഞതാണ്. എന്തായാലും മോളെ അതൊന്നും ശ്രദ്ധിക്കണ്ട. അതെ, അടിച്ചത് അതാണ്. എന്റെ മോൾക്ക് കാണിക്കാനുള്ള അവകാശം ഉണ്ട്, കാരണം ഓൾക്ക് ഞാൻ ഫുള്ള് ഫ്ലൈറ്റാ കൊടുക്കാൻ വേണ്ടി പോണത്. ആ ഫ്ലൈറ്റ് ഓൾ അടുത്തെന്ന് പറഞ്ഞ വരെ ഫ്ലൈറ്റ് യാത്ര. എന്തേ, ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അത് മാത്രല്ലടാ, ഇനി ഫ്ലൈറ്റ് യാത്രയാണ്. കാരണം ഇത് കഴിഞ്ഞാൽ നമ്മള് സൂറത്ത് കഴിഞ്ഞ എവിടെ അറിയുമ്പോൾ തായ്ലൻഡ്. അല്ലല്ല, ഞങ്ങള് ഒക്കെ സെറ്റാണ്. അപ്പൊ ഇത് കഴിഞ്ഞ് വന്നാ അതും ഓക്കെ. അപ്പൊ നമുക്ക് പോണ്ടേ? ഞങ്ങള് ഇറങ്ങാൻ വേണ്ടി പോട്ടെ. റെഡിയാവ്. 2025 എനിക്ക് അടിപൊളിയാടാ. അത് പറയല്ലേ, അത് ഇവിടെ എന്റെ ബാച്ചിലർ പാർട്ടി. ഇവിടെ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ തായ്ലൻഡ് വിടുന്നില്ല. അതായത് പിന്നെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും പോയി റെഡിയാവും. നിയാസേ, ഈ നമ്മളാക്കി തരാനുള്ള റെഡിയാവിട്ടാ. ഓക്കെ, റെഡിയാണല്ലേ? അതായത് ഇത്രയും ഗതികെട്ടവൾ ഈ 2025 ആരാന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. സംഭവം ഇത്രേ ഉള്ളൂ. ഞങ്ങൾ ആ ടൈമിൽ രാവിലെ എത്തി നമ്മളിവിടെ കിടന്നുറങ്ങി. വൈകുന്നേരം വിചാരിച്ചു 5 മണിക്ക് പോയി. ഞങ്ങൾ പോയപ്പോ അവിടുന്ന് ഫ്ലൈറ്റ് ശരിക്കും പറഞ്ഞ പോയി.
മിസ്സായിപ്പോയി. പോരാത്തതിന് ഈ തായ്ലൻഡ് ട്രിപ്പ് പോലും എനിക്ക് പോകാൻ പറ്റുന്നില്ല. അതെ, അത് പാസ്പോർട്ട് 2025 എനിക്ക് അടിപൊളിയാണ്. നീ രക്ഷപ്പെടും, സെറ്റാവും. അതെ. അപ്പൊ എന്തായാലും ഞാന് ഇവിടെ പോയി കഴിഞ്ഞാൽ ഇറങ്ങും. ഇപ്പം മറിയ പോവാണെങ്കിൽ സങ്കടമുണ്ട്. കരയല്ലേ, വിഷമിക്കല്ലേ? അല്ല, വാ എന്നാ നടക്ക്. എന്റെ ഊബർ വന്നിട്ടുണ്ട്. എന്നെ വീട്ടിൽ പറഞ്ഞു വിടാൻ എന്താ? അല്ലടാ മുത്തേ, അതല്ല, അതിനെ കൊണ്ടല്ലോ മറിയ, അതിനെ കൊണ്ടല്ല. എനിക്ക് വിഷമമുണ്ട്. എടാ സത്യത്തിൽ ഞാനോ പറഞ്ഞില്ലേ, ഏത് എനിക്ക് വിഷമമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇത് നമ്മളെ നിയാസിന്റെ കസിനാണ്. എനിക്ക് വിഷമല്ലേ ഏത് ഇവിടെ പോണേന്? അതെ, കാരണം നോക്ക്, കപ്പിളില്ലാതെ തായ്ലൻഡ് പോവാന്ന് പറഞ്ഞാൽ അത് സോ ബോറിങ്. ഇറ്റ്സ് സോ ബോറിങ്. നിങ്ങൾ പറയും, നിങ്ങൾ കമന്റ് ചെയ്യും, ഇങ്ങനെ പോകുന്ന എനിക്ക് വിഷമമുണ്ടോ ഇല്ല, എന്റെ കണ്ണിൽ നിങ്ങൾ കാണുന്നുണ്ട് ആ വിഷമം, അത് നിങ്ങൾ പറ. നിങ്ങൾ കമന്റ് ചെയ്യും. ഈ പോയ പോലെ ഇതുപോലെ തിരിച്ചു വന്നേക്കാം. മനസ്സിലായി? ഈ ബോഡിക്ക് എന്തെങ്കിലും ഒരു ചതവോ വലിവോ വന്നാൽ പിന്നെ നീ തീർന്നു. നടക്കുക, പോവാ. ഈ അങ്ങനെ പേടിപ്പിച്ചിട്ടൊക്കെ പോവല്ലേ. ചിലപ്പോ അവിടെ നിന്ന് ഞാൻ എവിടെയെങ്കിലൊക്കെ വീണു പോയാലോ. അശ്വിനൊക്കെ ഇന്നലെ ഊക്കിയതില്ലേ? അശ്വിന് ഊക്കിയതല്ല, അശ്വിൻ എന്നോട് പറഞ്ഞു ഈ ഓവർ എക്സൈറ്റ്മെന്റ് നാശത്തിലേക്കാണ്. അതാണ് സംഭവം തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാ പരിപാടി ഇങ്ങനെ ആവുന്നതാണ്. അതും ഫ്ലൈറ്റ് ഒന്നും ഞാൻ മിസ്സാവില്ല. ഒരു പ്രാവശ്യം മിസ്സായിട്ടുണ്ട്. കണക്ഷൻ ഫ്ലൈറ്റ് ഓടിപ്പോയിട്ട് അത് ഇതായി പോയിട്ടുണ്ട്. പക്ഷെ അത് അവരെന്നെ സെറ്റ് ചെയ്താണ്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് 4 ഫ്ലൈറ്റ് അപ്പ് ആൻഡ് ഡൗൺ നമ്മൾ എടുത്തിണ്ടായി. ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പൊ ഓരോ സ്ഥലത്തേക്കും 2 ഫ്ലൈറ്റ് വീതം. ഞാനെന്തായാലും ഇവിടെ ആ 2 ഫ്ലൈറ്റിന്റെ ഇത് ഇട്ടുതരാം നിങ്ങൾക്ക്. അതായത് വൺ സൈഡ് 2 ഫ്ലൈറ്റ്. ആ വീഡിയോ പിന്നെ ഇടാത്തതിന്റെ റീസൺ എന്താന്ന് വെച്ചാ പിന്നെ മൂഡ് പോയി. അതായത് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. അതെ, ഇതാ വണ്ടി, ഇതാ ഊബർ ഇതാ. അപ്പൊ മറിയ എന്തായാലും വീട്ടിലേക്ക് പോവാണ്. ഞാൻ ഇവിടുന്ന് നേരെ തായ്ലൻഡിലേക്ക് ഇറങ്ങാൻ സങ്കടത്തോടെ തായ്ലൻഡിലേക്ക്. പിന്നെ മറു പറഞ്ഞതാ. മറു ബൈ. പോയിട്ട് സങ്കടത്തോടെ ഞാൻ പോയിട്ട് വരാം. നല്ല ഹാപ്പി ആയിട്ട് പോകുമ്പോ ഞാൻ ഹാപ്പി ആയിട്ട് വരാം. അതുകൊണ്ട് ചിരിക്കണം. ഇപ്പൊ ചിരിയെങ്കിലും എന്റെ മുഖത്ത് ചെറിയ ചിരിയുള്ളതെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ. എന്നാ ശരി മുത്ത. സങ്കടം ഉണ്ട് കേട്ടോ എനിക്ക്. എനിക്ക് സങ്കടം ഉണ്ട് ഈ വരാത്തേന്. വന്നിട്ട് നമ്മളെവിടെ പോകും? സൂറത്ത്, നിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ട്രിപ്പ്. അത് പോകും. ശരിക്കും നീ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ ഇനി ഫ്ലൈറ്റ് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാവുമായിരുന്നു. 4 ഫ്ലൈറ്റ് തന്നെ നിനക്ക് കയറാണ്ടായിരുന്നു. അതാ മിസ്സായിപ്പോയത്. അതെ, അതുകൊണ്ടാണ് അത് പോവാഞ്ഞത്. അതെ, 19:53 ബ്രോ. എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള സമയമുണ്ട്. ഈ അതാ മനസ്സിലാക്കുന്നത്. എനിക്ക് സമയമായിട്ടില്ല. അതിന് ഈ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യണം. അത് അതാണ്. എന്റെ ടൈം ആവട്ടെ. ശരി, ബൈ. കരയല്ലേ, സങ്കടപ്പെടല്ലേ ബ്രോ. സങ്കടപ്പെടല്ലേ. അങ്ങനെ മറിയ പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സങ്കടമുണ്ട്. ചെറിയല്ലേ, വലിയ സങ്കടം. പഠിച്ചോനെ ഈ വീഡിയോ കാണേണ്ടതാണല്ലോ. സങ്കടമുണ്ട്, ഫുൾ സങ്കടത്തില് ഞാൻ. തായ്ലൻഡ് ബോറിംഗ് ആയിരിക്കും അല്ലേ. അങ്ങനെ നമ്മൾ പോവാൻ വേണ്ടി ഓൾ സെറ്റായി. റാഷിക്കൊക്കെ റെഡി അല്ലേ? റെഡി അല്ലേ? വീട്ടിൽ പോവാനല്ലേ? വീട്ടിൽ പോവാൻ. നിയാസ, ഈ റെഡി അല്ലേ? ഇവിടെ വീട്ടിൽ പോവാനല്ലേ? അന്നെ നിയാസിനെ കൊണ്ടുപോകാൻ പറ്റൂല. നിയാസ് അതല്ല, നമ്മൾ പോയിട്ട് ഞങ്ങൾ എന്താ അറിയോ, അവിടുത്തെ സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് വരാം, എന്നിട്ട് നിന്നെ കൊണ്ടുപോവാം. ഓക്കെ? കരയില്ലടാ. നിനക്ക് എന്തെങ്കിലും ഞാൻ കൊണ്ടുവരും അവിടുന്ന്. എന്താ വേണ്ടത് നിനക്ക് അവിടുന്ന്? വരുമ്പോ എന്താ വേണ്ടേ? നിയാസിന് വേണ്ടി പ്രിന്റ് ചെയ്തിട്ടുള്ള ടീഷർട്ട് തന്നെ കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാണ്ട്, ഇത് റാഷിന്റെ ഫസ്റ്റ് കഞ്ഞി. അതെ, റാഷിന്റെ കഞ്ഞി ഇതാണ്. അതെ, റാഷിന്റെ കഞ്ഞി ഇന്റർനാഷണൽ ട്രിപ്പാണ്. യെസ്, അതെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. നമ്മളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രശസ്ത സിനിമ ആൻഡ് സീരിയൽ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ അതായിട്ടുള്ള നിയാസ് നമ്മളെ കൊണ്ടുപോയി തരുന്നതാണ്. അപ്പൊ നമ്മൾ ഇറങ്ങുകയാണ്. നമ്മളെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് നമുക്ക് പോയിട്ട് നോക്കാം അല്ലേ? റെഡിയല്ലേ? വാ പോവാ. ഈ പെട്ടി ഒന്ന് സമാധി ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എത്ര കൊല്ലം അതിന്റെ കൂടെ എന്നറിയാം പെട്ടി. അതും മലേഷ്യ കണ്ടൊക്കെ സാധനമാണ്. അതെ, ഞാൻ കണ്ടില്ല. അതെ, കണ്ടിട്ടില്ല. അപ്പൊ റാഷി കാണാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് റാഷിന്റെ ഇന്റർനാഷണൽ ട്രിപ്പ്.
ഇത് കാണുന്ന മറിയാനും കൂടി ഇല്ലാത്തതിന്റെ വിഷമം എനിക്കുണ്ട്, സത്യം പറഞ്ഞ സങ്കടമുണ്ട്. പക്ഷെ ഓളെ ഓർമ്മക്ക് വേണ്ടി തായ്ലൻഡ് ഫുള്ള് സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ ഒരു സാധനം കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചുതരാം. അത് ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചുതരാം, അനക്കും കാണിച്ചുതരാം. തായ്ലൻഡ് കാല് കുത്തിയാൽ ഞാൻ അത് ഇതാക്കും, അത് ഞാൻ ഇടും, കാണിച്ചുതരാം എനിക്ക് ഓളെ ഓർമ്മയ്ക്കായിട്ട്. സസ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എത്തി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് എന്താണ് ആ സാധനം. മറിയൻ ഓൾവേസ് ഓർമ്മയ്ക്ക് വേണ്ടിട്ട് ഒരു സാധനം അതുണ്ട്. സസ്പെൻസ് പോയി നോക്കിയാൽ പോലെ അത് അങ്ങനെ പോയി നോക്കരുത്, ഇത് കണ്ടിട്ട് നിങ്ങൾ പോയി നോക്കിയാൽ മതി. ഓക്കെ, വാ നടക്ക്. അങ്ങനെ നമ്മളിതാ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. റഷ്യ ഇന്റർനാഷണൽ അതെ ഫസ്റ്റ് ഇതല്ലേ ഫുൾ പെട്ടിയായിട്ട് റാശി ഇരിക്കുന്നത്. റാശി പിന്നെ വേറൊരു കാര്യം റാശി പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുമ്പോ ഫുള്ള് എന്റെ പെട്ടി കാര്യങ്ങളൊക്കെ ഓൻ തന്നെ സെറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടില്ല. കാരണം എന്റെ കയ്യിൽ നിന്ന് ചിലപ്പോ ഞാൻ മറന്നു ഇറങ്ങി കഴിഞ്ഞാ മറ്റേ സീന് അതെ മറ്റേ ശ്രീനിവാസന്റെ സീന്. നീ എന്നെ പട്ടീന്ന് വേണമെങ്കിൽ വിളിച്ചോ, ഞാൻ കേക്കൂ. അപ്പൊ ശരിടാ നിയാസേ, നല്ല പോലെ അടിപൊളിയായിട്ട് പോയിട്ട് വാ. ഓക്കെ പോവല്ലേ? എടാ എന്റെ പെട്ടിയുടെ റാശിയ പെട്ടി എടുത്തോ. അത് കയറ്റൊന്നും വേണ്ട, ഇങ്ങനെ പിടിച്ച് പോവാ. റാശിയ നമ്മുടെ കുറച്ച് ടീം ഉള്ളിലുണ്ട്, കുറച്ച് ടീം വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് നൈസായിട്ട് ടിക്കറ്റ് കാണിച്ച് കയറാം. അപ്പൊ ബ്രോ നമ്മളാണ് ഫസ്റ്റ് വന്നത് കേട്ടോ. നിങ്ങൾ അതെ നമ്മളവിടെ ഫസ്റ്റ് എത്തി. അതെ അത് നമ്മൾ വിളിച്ചപ്പോ മനസ്സിലായല്ലോ നമുക്ക്. എങ്ങനെ ഉണ്ടോ? ഉറപ്പാണോ? ഉറപ്പല്ല, പറ്റിക്കരുത്. എത്ര രൂപ ഉണ്ടാ? 50 പൈസന്റെ പുളി അതുണ്ട് അതൊക്കെ പണ്ടായിരുന്നു. ഏത് നമ്മള് ഒരാള് ഗിഫ്റ്റ് കൊടുക്കുമ്പോ ഒന്നും നോക്കരുത് എന്ന് പറയില്ലേ? അതെ, ഒന്നും നോക്കരുത് എന്ന് പറയല്ലേ. ഇപ്പൊ പിന്നെ നമ്മൾ ചോദിക്കും എന്താണ് ഗിഫ്റ്റ് എന്നുള്ളത്. എത്ര രൂപ പുളിയച്ചാറൊന്നല്ലല്ലോ 50 പൈസന്റെ അല്ല ആണല്ലേ? എന്തോ കിട്ടും റാശി, കാര്യമായിട്ട് എന്തോ ഉണ്ട്. റാശി എന്നെ കയറ്റത്തിരി പാടുവിട്ടല്ലോ. നിന്നെ എത്തിയപ്പോഴാണ് ഇതുവരെ സ്മൂത്ത് ആയി പോയത്, നിന്നെ കണ്ടപ്പോഴാണ് ഇത്തിരി സ്റ്റക്കായി പോയത്. എങ്ങനെ ഇതാണെന്ന് പറഞ്ഞിട്ടല്ലേ ഇടിച്ച് പുറത്താക്കാഞ്ഞ ഭാഗ്യം. പിന്നെ നമ്പറൊന്നും എനിക്ക് ഓർമ്മയില്ല, അപ്പൊ ഞാൻ റാപ്പ് ചെയ്താഞ്ഞ് ഫുൾ പാക്കാക്കി ലാപ്പ് എടുത്ത് എൻ്റെ വെച്ച്. ഇനി നീയാണ് എല്ലാം കൊണ്ടുനടക്കേണ്ടി. മനസ്സിലായല്ലോ? അവിടെ നിന്നെ കൊണ്ടുപോകുന്നതിനെ കൊണ്ട് നീ എന്ത് ചെയ്യണം? ഇതൊക്കെ നീ ചെയ്യണം, ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം കേട്ടോ. മറിയൂലേ? പോലെ പക്ഷേ ശരിക്കും ഒരു 50 ഉറുപ്പിന്റെ റാപ്പർ വാങ്ങിയിട്ട് തിരിച്ചങ്ങോട്ട് കയറ്റേണ്ട ആവശ്യമുള്ളൂ. അല്ല അതങ്ങനാണല്ലോ, എവിടെ. അപ്പൊ ഈ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാരണം റാഷിന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അവിടെ എത്തുന്ന വരെ ഓന് പറഞ്ഞത് എന്തും ഓന് ഓക്കെ ആണെന്നാ. അതെ, അതുകൊണ്ട് ഈ ഇങ്ങനെ കഷ്ടപ്പെടുമൊന്നും വേണ്ട കേട്ടോ. എന്തുണ്ടെങ്കിൽ ഇനിയിപ്പോ ഒരു പെട്ടി എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഓനെ കൊണ്ട് പിടിപ്പിക്കാം. വൈഫ് എന്ന് പറഞ്ഞാല് കുറെ ട്രാവൽ ചെയ്യുമ്പോൾ വോമിറ്റിങ്ങിന്റെ പ്രശ്നമുണ്ട്, ഛർദിക്കും. അതാണ് അതിന്റെ പ്രശ്നം. കിട്ടി എവിടെ നിന്നാലും ഇനി എന്റെ ബാഗ് പിടിക്കൂല ചിക്കൻ. അല്ല ഇവിടെയും കൂടി ഉണ്ട്, ഇതും കൂടി കഴിഞ്ഞാലേ പറ്റുള്ളൂ. ഇല്ലല്ലോ ഞാനിപ്പോ ഇനി ഒന്നും കൂടി ഉണ്ട്. അങ്ങനെ നമ്മളെ ഷെൽവിൻ ഉണ്ട്. ഷെൽവിൻ മോനെ വെൽക്കം ടു തായ്ലൻഡ്. ഫസ്റ്റ് ഇന്റർനാഷണൽ അടിപൊളി. അതും തായ്ലൻഡ്. ഫസ്റ്റ് തായ്ലൻഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് ബാക്കിയെല്ലാം ആവാന്ന് അല്ലേ? അതേപോലെ തന്നെ എൻ്റെ അനിയനും ഫസ്റ്റാ. അപ്പൊ പല കാര്യങ്ങളും നമ്മൾ കാണാനിരിക്കുന്നു അല്ലേ? ഫസ്റ്റ് ഇന്റർനാഷണൽ ഇതാണ് തായ്ലൻഡ്. അതെ, നല്ല തുടക്കം. അതെ, ചോദിച്ചു നോക്ക് വേണമെങ്കിൽ ഇവരോട്. നല്ല വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. ഇല്ല, എനിക്ക് വിഷമല്ലായിരുന്നോ? അല്ലേ വരാത്ത വിഷമം ശരിക്കും ഉണ്ടായിരുന്നു. നോക്ക്, വണ്ടി ബെല്ലടിച്ചു പോവാണ്. റാശി ബെല്ലടിച്ചു. റാഷിയ ബാക്കിൽ നിന്ന് ബെല്ലടിക്കുന്നത്. റാഷി ബാക്കിലുണ്ട്. ഷെൽവിന്. അപ്പൊ ശരി, ബൈ.
സങ്കടപ്പെട്ടിരിക്കുക ഞാൻ. കണ്ട എൻ്റെ കണ്ണ് കലങ്ങിയിരിക്കുന്നത്. പോണ്ടേ എടി നല്ല ഉറക്കായിരുന്നല്ലേ സബാട്ടിക്ക. അങ്ങനെ സിം എടുത്തല്ലേ? ആക്ടിവേഷൻ അല്ലേ? 4G. എൻ്റെ ഫോണിൽ 4G 5G സപ്പോർട്ട് ചെയ്യില്ല, പക്ഷെ 5G കാണിച്ചു. ഇടയ്ക്കാണ് കാണിച്ച്. സ്കാം. നീ എടുത്തില്ലേ? അപ്പം ഞങ്ങൾ ഒരു റൂമിൽ ഞങ്ങൾ 2 സിം എടുത്ത് അല്ലേ? ചരത്തേട്ടനൊന്നും എടുത്തില്ല എന്ന്. നമ്മളാൾക്കാരോടെ പോവാ. ആ സബാട്ടിക്ക. ആ മനസ്സിലായോ? റാഷി പറഞ്ഞത് മനസ്സിലായോ? ചേച്ചി തായ്ലൻഡ് പഠിക്കാൻ ഈസിയാണ്. നമ്മൾ പറയുന്ന കാര്യത്തിലൊന്ന് നീട്ടിയാ മതി. ആ അതായത് നീട്ടിയാ മതി. ചേച്ചിന്റെ പേരെന്താ? ശോഭല്ലേ? ശോഭ ചേച്ചി ഇപ്പൊ തായ്ലൻഡ് വന്നപ്പോ എന്തായെന്നറിയാം? ശോഭ അല്ലേ? ചേട്ടന്റെ പേരെന്താ? കുമാറ്. ആ അങ്ങനെയാണ് തായ്ലൻഡ് പഠിക്കല്. നമ്മുടെ ഇവിടെ ഇരിക്കുമ്പോഴേ കുറച്ചാൾക്കാർ മുന്നിൽ കുറച്ചാൾക്ക് ബാക്കിലൊക്കെ. ഇവിടെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ കറക്റ്റ് എനിക്ക് ഷൂട്ട് ചെയ്യാലോ ഇങ്ങനെ. അപ്പം അതുകൊണ്ട് ഞാനും വിൻഡോ സീറ്റ് പിടിച്ചിരിക്കുന്നു. തായ്ലൻഡ് സൺറൈസ്. And put on a shirt, like a small sticker, put on your shirt, and then everyone can entry. നേരം പരപരാന്ന് വെളുത്തു. പക്ഷേ നമ്മളെ മാമിയുടെ മാമി മുന്നിൽ പോയി. മാമിൻ്റെ നമുക്ക് ഊക്ക് കഴിഞ്ഞിട്ട് മതിയാക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും മുക്കണല്ലോ. വലതുകാലം ചേട്ടന് ഇടതുകാല വെച്ച കേട്ടോ. പോലെ നമ്മുടെ റൂമിലെത്തിയിരിക്കാണ്. റോഷു, നമുക്ക് ഇനി ഫുള്ള് തായ്ലാന്റ് ഭാഷയിൽ നമുക്ക് റൂം ടൂർ നടത്താം. അതെ, റൂം ടൂർ ക്ലാസ്. 6th ഫ്ലോറിലാണ്. ഇത് പട്ടായ. We are in Pattaya. പട്ടായ ബീച്ച്. ഇത് പട്ടായ ബീച്ച് ഹോട്ടൽ. ഓക്കെ, ഇനി ഭയങ്കര ടയർഡാണ്, കുറെ ഉറങ്ങണം. അപ്പോ സബാട്ടിക്ക ലോക്കൽസ്. അതെ, ഇനിയിപ്പോ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇനി കാണിക്കുന്നതാണ്. ഉറങ്ങിയിട്ടില്ല മര്യാദയ്ക്ക്, ഇപ്പൊ ഉറങ്ങണം. ഇനി രാത്രി നമുക്ക് അൽക്കാസർ ഷോ ഉണ്ട്. അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഫ്ലൈറ്റ് പോലെ ഫ്ലൈറ്റ് പോലെ. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. എന്തായാലും എനിവേ വൈഫൊന്നും ഇല്ലാതെ പട്ടായയിലെ പേരാണ്, അറിയില്ല. ഐ എം നെർവസ്, ഐ ഡോണ്ട് നോ ഹൗ ടു ഗോ ആൻഡ് ഓൾ. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാതിരിക്കാം. ബൈ ബൈ.